ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT ബയോളജിയിലെ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററാണ്. നമ്മുടെ PSC പരീക്ഷകളിൽ ബയോളജി ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ വൈസ് അല്ല നമ്മൾ നോക്കുന്നത്, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങൾക്ക് പറയുന്ന പേരെന്തെന്നാണ്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങൾക്ക് പറയുന്ന പേര്. ഉദ്ദീപനങ്ങളെ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യുവാണ് അല്ലേ, റിസീവ് ചെയ്യുന്ന കോശങ്ങളാണ്. അതിൻ്റെ പേര് എന്താണ്, റിസപ്റ്റേഴ്സ് എന്നാണ്. റിസപ്റ്റർ. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയും. എന്താണ് റിസപ്റ്റേഴ്സ്? നോക്കിയേ, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ എന്ന് പറയും. റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ ആ കോശങ്ങളെ പറയുന്നത്. മലയാളത്തിൽ ഗ്രാഹികൾ എന്ന് പറയും, ഇംഗ്ലീഷിൽ എന്തെന്ന് പറയുക, റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക. പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? നാഡീകോശം അഥവാ ന്യൂറോൺ ആണ്. നാഡീകോശത്തിൻ്റെ ഭാഗം ഏതാണ്? ഒരു ഭാഗമാണ് ആക്സോൺ. നാഡീകോശത്തിൻ്റെ ഒരു ഭാഗമാണ് ആക്സോൺ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ ഈ ഒരു നാഡീകോശത്തിൻ്റെ പിക്ചർ ഉൾപ്പെടെ അതിൻ്റെ ഓരോ പാർട്സും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പിക്ചറും കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നാഡീകോശത്തിൻ്റെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണെന്നാണ്. നാഡീകോശത്തിൻ്റെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. എന്താണ് ആക്സോൺ? നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം എന്നിവ. ഏതൊക്കെയാണ് നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ? ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം എന്നിവ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പിക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കുക. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. നമ്മൾ പറഞ്ഞു നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ ആണ്. അപ്പോൾ നീളം കുറഞ്ഞ തന്തുവാണ് ഏത്? ഡെൻഡ്രോൺ. ഓക്കെ, ആക്സോൺ AX അല്ലേ ആക്സോൺ. അപ്പോൾ എയും എക്സും തമ്മിൽ ഒത്തിരി എന്തുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നീളം കൂടിയത് ഏതാണ്? ആക്സോണ്. നീളം കുറഞ്ഞത് ഡെൻഡ്രോൺ ആണ്. കോശശരീരത്തിൽ നിന്നും ആവയവങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നതാണ് ആക്സോൺ ആണ്. കോശശരീരത്തിൽ നിന്നും ആവയവങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നത് ആരാണ്? ആക്സോൺ ആണ്. ആക്സോണിനെ വലം ചെയ്യുന്ന കോശങ്ങളാണ് എന്ന് പറയുന്നത് ഷ്വാൻ കോശം. ഷ്വാൻ കോശം വെച്ചാൽ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശമാണ് ഷ്വാൻ കോശം. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ അപ്പോൾ എന്തായിരിക്കും? ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ ഡെൻഡ്രൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്തെന്നാണ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ്, നമ്മളിപ്പോൾ പറഞ്ഞു, ഷ്വാൻ കോശമാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൈലിൻ ഷീറ്റാണ്. എന്താണ്? മൈലിൻ ഷീറ്റാണ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചാൽ എന്താണ്? മൈലിൻ ഷീറ്റാണ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ഒരു നാഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. പൊതുവെ മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്ന് പറയുന്നത് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീറ്റിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. കാരണം മൈലിൻ ഷീറ്റ് എന്താണ്? വെള്ള നിറമാണ്. അതുകൊണ്ട്
മൈലിൻ ഷീറ്റ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഭാഗം നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? വൈറ്റ് മാറ്റർ എന്നാണ്. വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങളാണ് ഗ്രേ മാറ്റർ. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം എന്താണ്? സിനാപ്റ്റിക് നോബാണ്. അല്ലേ? ആക്സോൺ കഴിഞ്ഞിട്ടാണ് എന്താ പറയുക? ആക്സോണൈറ്റ് വരിക അല്ലേ? അതുപോലെ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തിന് പറയുന്ന പേരെന്താണ്? സിനാപ്റ്റിക് നോബ്സ് എന്നാണ്. സിനാപ്റ്റിക് നോബ്സ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം എന്താണ്? സിനാപ്റ്റിക് നോബാണ്. അവയവങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. അവയവങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റ് ആണ്. നാഡീയ പ്രേക്ഷണം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. നാഡീയ പ്രേക്ഷണം സ്രവിക്കുന്നത് ഏതാണ്? സിനാപ്റ്റിക് നോബാണ്. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോണിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഈ ആക്സോൺ കൊടുക്കുന്ന ഈ ഒരു ആവയവങ്ങൾ എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബ് വഴി അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകും. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവയവങ്ങളെ കോശത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവയവങ്ങളെ കോശത്തിലേക്ക് എത്തിക്കുന്ന ആരാണ്? ഡെൻഡ്രോൺ ആണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശങ്ങളാണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്നാണ്. ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷ്വാൻ കോശങ്ങളാണ്. എന്നാൽ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. അടുത്ത നോക്കിയേ, മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മങ്ങളാണ് പഠിക്കുന്നത്. മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മങ്ങൾ നോക്കാം. ഓക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക എന്നുള്ളതാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ആക്സോണിന് എന്ത് ചെയ്യുക? പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക. ആവയവങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. നോക്കിയേ, ആക്സോണിൻ്റെ പോഷക ഘടകങ്ങളും ഓക്സിജനും കൊടുക്കുന്ന ആരാണ്? മൈലിൻ ഷീറ്റാണ്. ആവയവങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നത് മൈലിൻ ഷീറ്റാണ്. വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാം. ആക്സോണിന് പകരം എന്ത് കൊടുക്കാം? ഡെൻഡ്രോൺ കൊടുക്കാം. ആക്സോണിന് പകരം ഡെൻഡ്രോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക. ആക്സോണിന് പോഷക ഘടകങ്ങൾ, കാരണം ആക്സോണിനെ പൊതിഞ്ഞാണ് എന്ത് കാണുന്നത്? മൈലിൻ ഷീറ്റ് കാണുന്നത്. ആക്സോണിന് പോഷകഘടകങ്ങളും ഓക്സിജൻ നൽകുക. ആവയവങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അടുത്തത് ഇതാണ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് നിലനിൽക്കുന്ന ചാർജ് ഏതാണെന്നാണ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് നിൽക്കുന്ന ചാർജാണ് പോസിറ്റീവ്. ഏത് ചാർജാണ്? പുറത്ത് പോസിറ്റീവ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് അകത്ത് ഏതായിരിക്കും? അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അകത്ത് നെഗറ്റീവ് ആണെങ്കിലല്ലേ പുറത്ത് പോസിറ്റീവ് ചാർജ് വരുള്ളൂ. അപ്പോൾ പുറത്ത് പോസിറ്റീവ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. പുറത്ത് പോസിറ്റീവ്. ഓക്കെ. നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ നാഡീയ ആവേഗങ്ങൾ എന്നറിയപ്പെടുന്നു. നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ. നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കോളിനും ഡോപ്പമിനും. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അസറ്റൈൽ കോളിനും ഡോപ്പമിനും എന്താണ്? നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അവയവങ്ങളുടെ ദിശ, വേഗം എന്നിവ നിയന്ത്രിക്കുന്നത് ഏതാണ്? സിനാപ്സ് ആണ്. അവയവങ്ങളുടെ ദിശയും വേഗവും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സിനാപ്സ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്നത് ഏത് നാഡിയിലൂടെ എന്നാണ് കേട്ടോ. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്നത് സമ്മിശ്ര നാഡിയാണ്. സമ്മിശ്ര നാഡിയാണ്. തലച്ചോറിലും സുഷുമ്നയിലേക്കും തിരിച്ചുമുള്ള ആകും. അപ്പോൾ രണ്ട് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള നാഡിയാണ് സമ്മിശ്ര നാഡി. സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി. കണ്ടോ, സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് ഏതാണ്? സംവേദന നാഡിയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് സംവേദന നാഡിയാണ്. സംവേദന നാഡീ തന്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ് സംവേദന നാഡി എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡിയാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? പ്രേരക നാഡിയാണ്. പ്രേരക നാഡീ തന്തുക്കൾ ചേർന്നാണ് ഇവ ഉണ്ടാകുന്നത്. പ്രേരക നാഡീ തന്തുക്കൾ ചേർന്നാണ് പ്രേരക നാഡി ഉണ്ടാകുന്നത്. നാഡീകോശങ്ങളെ ആവരണം ചെയ്യുന്ന കലയാണ് യോജക കല. അപ്പം ചോദിക്കാവുന്നതാണ്. നാഡീകോശങ്ങളെ ആവരണം ചെയ്യുന്നത് യോജക കലയാണ്. യോജക കല ഓർത്തു വയ്ക്കുക. നാഡീകോശങ്ങളെ ആവരണം ചെയ്യുന്ന കല ഏതാണ്? യോജക കലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയെ പറയുന്ന പേരെന്തെന്നാണ്? മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയെ പറയുന്ന പേരാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയുടെ പേരാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. നാഡീവ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. ശിരോനാഡികളും സുഷുമ്ന നാഡിയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ശിരോനാഡിയും സുഷുമ്ന നാഡിയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12. സുഷുമ്ന നാഡികളുടെ എണ്ണം 31. ശിരോനാഡികൾ 12 എണ്ണവും സുഷുമ്ന നാഡികൾ 31 എണ്ണവുമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. അടുത്തത് സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്നത്. സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്നത് ഇന്റർ ന്യൂറോൺ നാഡീകോശമാണ്. സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്നത് എന്താണ്? ഇന്റർ ന്യൂറോൺ നാഡീകോശമാണ്. ഇന്റർ ന്യൂറോൺ നാഡീകോശം. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇന്റർ ന്യൂറോണാണ്. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇന്റർ ന്യൂറോൺ ആണ്. ബോധതലത്തിനു വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ബോധതലത്തിനു വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അപ്പോൾ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്നതാണ്. കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു തുടങ്ങിയവ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു തുടങ്ങിയവ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ്. കണ്ണിലെ കൃഷ്ണമണി വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു തുടങ്ങിയവ സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ്. ഇത് സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവയിൽ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ഓക്കെ, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ന്യൂറോണുകൾ നശിക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ PSC പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ
അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് ഓർത്തു വയ്ക്കുക. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അപ്പോൾ ഇതെല്ലാം എന്താണ്, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് കേട്ടോ. പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യാണ്, കുറയുകയാണ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശവും സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അടുത്തത്, തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്നത്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ കാരണമായ രോഗമാണ് അപസ്മാരം. അപ്പോൾ 3 രോഗമാണ് നമ്മൾ പഠിച്ചത്. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ഇനി ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുപോലെ തന്നെ ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. തലച്ചോറിൽ തുടർച്ചയായിട്ടുള്ള ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണം അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് ഇത് അപസ്മാരമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും എല്ലാം നമ്മളിന്ന് വിശകലനം ചെയ്തു. ഇനി അടുത്ത ദിവസം വേറൊരു ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.